ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വെക്കേഷൻ സമയത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഓണം എൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ ഉത്രാടത്തിൻ്റെ അന്ന് രാത്രിയാണ് ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ഏട്ടൻ അന്ന് ജോലി ഉള്ളത് കൊണ്ട് തന്നെ ചെല്ലുമ്പോഴേക്കും ട്രെയിനൊക്കെ പോയി, പിന്നെ ബസ്സിനൊക്കെയാണ് വീട്ടിലെത്തിയത്. അപ്പോൾ ഒരുപാട് ലേറ്റായി. അങ്ങനെ പിന്നെ രാവിലെ അച്ഛനും അനിയത്തിയും കുട്ടികളൊക്കെ കൂടി പൂക്കളൊക്കെ ഇട്ട്, പിന്നെ ഭക്ഷണമൊന്നും ഉണ്ടാക്കുന്നൊന്നും ഞാൻ അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ താഴെ തന്നെ ഒരു പുഴയുണ്ട് വീട്ടിൻ്റെ. അപ്പോൾ അവിടെ ഓണപ്പരിപാടിയൊക്കെ ഉണ്ടായി. കുറച്ച് സമയം അവിടെ പോയി പരിപാടിയിലൊക്കെ പങ്കെടുത്ത് അങ്ങനെ അമ്മേൻ്റെ അനിയത്തീൻ്റെ വീട്ടിലും ചേച്ചീൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് രാത്രിയായി. ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ എല്ലാവരും കൂടി അങ്ങനെ പിന്നെ രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചിങ്ങനെ ഇരുന്നപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോവാം, 2 ദിവസം ലീവില്ലേ, എല്ലാവർക്കും കൂടി ഒരു ട്രിപ്പ് പോകാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തീരുമാനിച്ചതാണ് കൂർഗിലേക്കൊരു യാത്ര. അപ്പോൾ അനിയത്തീൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിലും വണ്ടി ഉണ്ടായിരുന്നു, അനിയൻ്റെ അടുത്തും വണ്ടി ഉണ്ട്. അപ്പോൾ 2 വണ്ടി എടുത്തിട്ട് തന്നെ എല്ലാവരും കൂടി പോയിട്ടോ. അപ്പോൾ നല്ല രസമുള്ളൊരു യാത്രയായിരുന്നു. അപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ ഇങ്ങനെ എല്ലാവരും കൂടി ഒത്തുകൂടുന്നത്. എന്ന് വെച്ചാൽ എല്ലാ പ്രാവശ്യം ആരെങ്കിലും ഒരാൾ ഉണ്ടാവില്ല, നാട്ടിലുണ്ടാവില്ല, അങ്ങനെയൊക്കെ ആയിട്ട്. പക്ഷേ ഈ പ്രാവശ്യം അനിയനും അനിയത്തിയും മക്കളും എല്ലാവരും ഉള്ള അച്ഛനും ഒക്കെ ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ എല്ലാവരും കൂടി ആയതുകൊണ്ട് തന്നെ നല്ല സന്തോഷമായിരുന്നു. ഒരു 3 ദിവസം അവിടെ നിന്നെങ്കിലും നല്ല മനസ്സിന് അത്രയും സന്തോഷം തോന്നി എല്ലാവരെയും കൂടെ. പിന്നെ പോകുന്ന വഴിയൊക്കെ നല്ല കാഴ്ചകളായിരുന്നു കേട്ടോ. നിറയെ കുരങ്ങന്മാരൊക്കെ ഉണ്ടായിട്ട് മക്കൾക്കും ഭയങ്കര സന്തോഷമായി. പിന്നെ ഞങ്ങൾക്ക് ഇരിട്ടി മട്ടന്നൂർ കൂട്ടുപുഴ വഴിയാണ് കൂർഗിലേക്കുള്ള യാത്ര, അടുത്ത് കണ്ണൂരിൽ നിന്ന് പോകുമ്പോൾ. അപ്പോൾ ചുരമൊക്കെ കയറിയതിന് ശേഷം ഭക്ഷണം കഴിക്കാനൊക്കെ ഇറങ്ങിയത്. അപ്പോൾ കൂർഗ് ഗേറ്റ് എന്ന് പറഞ്ഞിട്ട് നല്ലൊരു ഹോട്ടലുണ്ടായിരുന്നു. അവിടുന്ന് നല്ല ഫുഡായിരുന്നു, ഭക്ഷണമൊക്കെ നല്ല ഇതായിരുന്നു. അവിടുന്ന് കഴിക്കുകയൊക്കെ ചെയ്തിട്ടാണ് പിന്നീട് ഞങ്ങളെ യാത്ര. പിന്നെ ഞങ്ങൾ നിസർഗധാമ മനുഷ്യനിർമ്മിത പാർക്ക് അവിടേക്കാണ് പോയിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഒരു തൂക്കുപാലത്തിലേക്ക് കൂടി വേണം ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്ക് കളിക്കുന്ന കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അവിടെ കളിക്കുകയൊക്കെ ചെയ്ത്, മക്കൾ കുറച്ച് കളിക്കുകയൊക്കെ ചെയ്തിട്ട് പിന്നെ ഇത് മുളങ്കാട് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാട് പോലത്തെ ഇതാണ്. അപ്പോൾ കുറേ ദൂരം ആ മുളങ്കാട്ടിൻ്റെ ഉള്ളിൽ കൂടി കുറേ നടന്ന്, ഒന്നും കാണാനൊന്നും ഇല്ല കേട്ടോ. ആൾക്കാർ മുഴുവനുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഉള്ളിൽ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട്, ഇത് എന്താ വെറുതെ ഇങ്ങനെ നടക്കുക, ഒന്നും കാണാനില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നടന്നു. പക്ഷേ കുറേ ചുറ്റി ചുറ്റി ഇപ്പുറത്തെത്തിയപ്പോൾ കുറേ മാനിനെയൊക്കെ വളർന്ന സൂ പോലെ മാനിനെയൊക്കെ കണ്ട്, പിന്നെ ബേഡ്സിൻ്റെതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ബേഡ്സിൻ്റെ ഇതിൽ നമ്മൾ കയറിയിട്ടില്ല. പിന്നെ അങ്ങനെ പിന്നെ കുറേ നേരം അവിടെ ഏറുമാടൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ കുട്ടികൾക്കൊക്കെ നല്ല ഇതാക്കാൻ വേണ്ടി കളിക്കാനൊക്കെ ഉള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ അധിക സമയമൊന്നും അവിടെ ചിലവഴിച്ചില്ല, കുറച്ച് നേരമൊക്കെ നിന്ന്. പക്ഷേ എന്താ, ഇന്ത്യയുടെ സ്കോട്ട്ലാൻഡ് എന്നറിയപ്പെടുന്നതാണല്ലോ കൂർഗ്. പിന്നെ കാപ്പി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും കാവേരി നദിയുടെ ഉത്ഭവമൊക്കെ ഈ കൂർഗിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ കാണാനും നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നല്ലൊരു കാലാവസ്ഥയായിരുന്നു, നല്ലൊരു സുഖമുള്ള തണുപ്പും ഒക്കെ ആയിട്ട്. പിന്നെ അതുകൊണ്ട് തന്നെ യാത്രയും നല്ല സുഖമായിരുന്നു. പിന്നെ അച്ഛൻ ഗൾഫിലായിരുന്നു. ഞാനൊക്കെ ചെറുപ്പത്തിൽ തന്നെ ചെറിയ ക്ലാസ് പഠിക്കുന്ന സമയത്ത് തന്നെ അച്ഛൻ ഗൾഫിലേക്ക് പോയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങനെ ഒരുപാട് യാത്രയൊന്നും ചെയ്യാറില്ല. പിന്നെ അമ്മേൻ്റെ വീട് വയനാടാണ്. അപ്പം വർഷത്തിൽ ഒരു 5-10 ദിവസം അമ്മ ഒന്ന് വീട്ടിലേക്ക് പോകും. ആ ഒരു യാത്ര മാത്രം ഉണ്ടാവല്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബസ്സിലൊന്നും അങ്ങനെ കയറാത്തതുകൊണ്ട് ഞങ്ങൾക്ക് വയനാട്ടിൽ പോകുമ്പോഴേക്കും തന്നെ ഛർദ്ദിച്ച് അങ്ങ് എത്തുമ്പോഴേക്കും തൊണ്ടയൊക്കെ പൊട്ടി പണിയായിട്ടുണ്ടാവും. അമ്മയും അതെ, ഞങ്ങളും അതെ. എന്നിട്ട് തിരിച്ചു വരുമ്പോൾ 2 ദിവസം മുന്നേ ഇങ്ങനെ ടെൻഷനാവുമായിരുന്നു ഈ ഛർദ്ദിക്കുന്ന കാര്യം ആലോചിച്ചിട്ട്. പിന്നെ അവിടെ നല്ലൊരു ഷോപ്പിങ്ങിൻ്റെ സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ തന്നെ നല്ല വിലക്കുറവായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് കമ്മലൊക്കെ വാങ്ങി. പിന്നെ അനിയൻ പറഞ്ഞു, നിങ്ങൾ ഇവിടെ തന്നെ സമയം കളയുക, നമുക്ക് പോണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ വേഗം ഇറങ്ങി. അധികമൊന്നും കാണാൻ പറ്റിയില്ല. ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ദൂരോട്ടെല്ലാം ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ കൂടുതൽ ഈ 3 എണ്ണത്തിനെയും കൂടി വാങ്ങിയിട്ടാണ് ഞാൻ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവരെ കാണാൻ. അത് ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചത്. അതവിടെ കണ്ടപ്പോൾ ഒക്കെ നല്ല വിലക്കുറവായിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വേഗം ഇറങ്ങി. പിന്നെ നേരെ പോയത് ഗോൾഡൻ ടെമ്പിളിലേക്കാണ്. അപ്പോൾ ഗോൾഡൻ ടെമ്പിൾ 3 ഒരു വലിയ ടെമ്പിൾ ഉണ്ടായിരുന്നു, ബുദ്ധൻ്റെ വലിയ 3 രൂപങ്ങളൊക്കെ ആയിട്ട്. അതും നല്ല ഒരു കാണാനും നല്ല രസമായിരുന്നു. ഞാൻ ആദ്യമായിട്ട് വരികയാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു ഇത് തോന്നി, സന്തോഷം തോന്നി കണ്ടപ്പം. ചെറിയ മോനിങ്ങനെ വെറുതെ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അവന് വേറെ കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവരെ ഇങ്ങനെ എന്തെങ്കിലും ഇടങ്ങാറാക്കും. അപ്പോൾ നല്ല അടി വെച്ച് കൊടുക്കുകയാണ് അവന്. കുട്ടികളൊക്കെ നല്ല സന്തോഷമായിരുന്നു എല്ലാവരും കൂടി. അല്ലേ, എപ്പോഴും നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ ഇടയ്ക്കൊരു യാത്രയൊക്കെ ഒരു ചേഞ്ചാണല്ലേ മനസ്സിനും ഒക്കെ. അപ്പോൾ കാഴ്ചകളും ഒക്കെ ആകുമ്പോൾ തന്നെ മൈൻഡും ഒക്കെ നല്ലൊരു ഫ്രഷായി മാറും. എപ്പോഴും ജോലി തിരക്ക് വീട് അങ്ങനെയൊക്കെ ആയി നിൽക്കുമ്പോൾ
അങ്ങനെ പിന്നെ അവിടെയും ഞങ്ങൾ ഷോപ്പിങ്ങിനൊക്കെ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിലും. പക്ഷേ അവിടെയൊക്കെ നല്ല റേറ്റ് ആയിരുന്നു. ഞാൻ അപ്പുറത്തെ സ്ഥലത്തുനിന്ന് അധികം വാങ്ങാണ്ട് നിന്നത് ഇനി ഉള്ളിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ ഇതിനേക്കാളും നല്ല കൂടുതൽ സാധനങ്ങൾ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ റേറ്റ് നല്ല റേറ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഡ്രീം ക്യാച്ചർ വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നേ. വലിയ ഡ്രീം ക്യാച്ചർ ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടാക്കി വെച്ചാന്ന് തോന്നുന്നുണ്ട് അവർ. അപ്പോൾ അതൊക്കെ നല്ല റേറ്റ്. പിന്നെ ഞാൻ ഒന്നും വാങ്ങിയില്ല. അങ്ങനെ പിന്നെ ഞങ്ങളെന്ന് വെച്ചാൽ പെട്ടെന്ന് വെച്ച് തീരുമാനിച്ചത് കൊണ്ട് തന്നെ താമസിക്കാനുള്ള റൂമൊന്നും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടുന്ന് അനിയൻ പറഞ്ഞു എന്തായാലും രാത്രി തന്നെ തിരിച്ചു വരണം എന്നൊക്കെ പറഞ്ഞ് നിന്നതാ. പിന്നെ അവിടെയൊക്കെ അന്വേഷിച്ചപ്പോൾ ഇനിയിപ്പോൾ കാണാനുള്ള സ്ഥലങ്ങളൊന്നും ഇല്ല, ലേറ്റ് ആയതുകൊണ്ട് ഇനിയിപ്പോൾ ടിക്കറ്റ് കിട്ടൂല എന്ന് പറഞ്ഞിട്ട് പിന്നെ മക്കൾ പറഞ്ഞ് റിസോർട്ട് എടുക്കണം, പൂളുള്ള റിസോർട്ട് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ കുറേ റിസോർട്ടൊക്കെ ഇങ്ങനെ നെറ്റിൽ നോക്കിയിട്ട് കുഴപ്പമില്ലാത്തൊരു റിസോർട്ട് കിട്ടി. അങ്ങനെ അവിടുന്ന് എന്നെ നീന്തം പഠിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് മോനെ. പിന്നെ എൻ്റെ കഴുത്തറ്റ വെള്ളമുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതേ ഉള്ളൂ. കുളിക്കുകയൊന്നും ഇതാക്കുകയൊന്നും ചെയ്തില്ല. അവർ കുറേ നേരം കുളിക്കുകയൊക്കെ ചെയ്ത് പിന്നെ രാവിലെയും കുറേ കുളിക്കുകയൊക്കെ ചെയ്തിട്ടൊക്കെയാണ് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടാവും തോന്നുന്നു ഞങ്ങൾ അവിടുന്ന് ഇറങ്ങുമ്പോഴേക്കും. 9 ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ചായയൊക്കെ കുടിച്ചതിന് ശേഷമാണ് പിന്നീടുള്ള യാത്ര. കാപ്പിത്തോട്ടത്തിൻ്റെ കൂടിയുള്ള യാത്ര നല്ല ഒരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പോയിട്ടുള്ളത് ദുബാര എലിഫൻറ്റ് ക്യാമ്പിലേക്കാണ് കേട്ടോ. പക്ഷേ അവിടെ ക്യാമ്പിൽ എത്തണമെങ്കിൽ ഈ കാവേരി നദി ബോട്ടിൽ ക്രോസ് ചെയ്യണം. അപ്പോൾ മഴയില്ലാത്ത കാലത്ത് നേരെ നടന്നാണ് പോകുകയെന്ന് പറയുന്നുണ്ടായിരുന്നു അവിടുന്ന്. പക്ഷേ അവിടെ ഞങ്ങൾ ചെല്ലുമ്പോഴേക്ക് സമയം കഴിഞ്ഞു. പിന്നെ വൈകുന്നേരം 4:30 ഇനി ടിക്കറ്റ് കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ അവിടെ പോകാൻ പറ്റിയില്ല. പിന്നെ ഒരു ഹൊറർ വേൾഡ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടായിരുന്നു പോകുന്ന വഴിക്ക്. അപ്പോൾ കുട്ടികൾക്ക് കാണാൻ വേണ്ടി അവിടെ ഒന്ന് കയറി. അപ്പം മോൾ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ പേടിയാവുന്നെന്ന് പറഞ്ഞിട്ട് ഓൾ പുറത്തുനിന്ന് ഇങ്ങനെ എത്തി നോക്കണം. അതിൻ്റെ സൗണ്ടൊക്കെ കേട്ടിട്ട് അമ്മയും കുട്ടികളൊക്കെ കൂടി അതിൻ്റെ ഉള്ളിൽ കയറി കാണുകയൊക്കെ ചെയ്ത് അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ നേരെ പോയിട്ടുണ്ടായിരുന്നത് ആബെ വാട്ടർഫോൾസിലാണ് കേട്ടോ. അതെന്ന് വെച്ചാൽ ഞങ്ങൾ ശരിക്കും ഇങ്ങനെ പ്ലാൻ ചെയ്യുകയൊന്നും ചെയ്യാത്തതുകൊണ്ട് എവിടെയൊക്കെയാണ് അതിൻ്റെ അടുത്തടുത്തുള്ള സ്ഥലങ്ങളെന്നൊന്നും നോക്കാനോ പിന്നെ എന്തോ ബുദ്ധിയില്ലാത്ത മാതിരി നെറ്റിലൊന്നും ചെക്ക് ചെയ്തില്ല. ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ അതൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഓരോരോ സ്ഥലങ്ങളെ കണ്ടപ്പോൾ വിചാരിച്ചു അയ്യോ ഇതൊക്കെ പോവായിരുന്നു എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വഴിയിലൊക്കെ ചെറിയ ചെറിയ കണ്ടില്ലേ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ വഴിയിലൊക്കെ വണ്ടി നിർത്തിയിട്ട് പക്ഷേ എന്നാലും അധികം സ്ഥലങ്ങളൊന്നും കവർ ചെയ്തില്ലെങ്കിലും എല്ലാവരും കൂടി കൂടിയപ്പോൾ നല്ലൊരു സന്തോഷം തന്നെയായിരുന്നു കേട്ടോ. അത് പറയാതിരിക്കാൻ വയ്യ. ഒന്നാമത് എനിക്ക് തോന്നുന്നു കുറേ നാളുകൾക്ക് ശേഷം ഒപ്പം നിന്നതുകൊണ്ടായിരിക്കും തോന്നുന്നു എല്ലാവരും കൂടി കൂടിയപ്പോൾ നല്ലൊരു സന്തോഷമായിരുന്നു. പിന്നെ നല്ല കോടമഞ്ഞായിരുന്നു. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ മഴയും ഉണ്ടായിരുന്നു, ചാറ്റൽ മഴയും ഉണ്ടായിരുന്നു. അപ്പം അച്ഛൻ ഇറങ്ങിയില്ല. അച്ഛൻ പറഞ്ഞു വണ്ടിയിൽ തന്നെ ഇരുന്ന് എനിക്ക് മഴ അപ്പം വയ്യാണ്ടാവും എന്ന് പറഞ്ഞിട്ട് പിന്നെ കുറേ താഴോട്ട് ഇറങ്ങിയപ്പോൾ നല്ല ഒരു വാട്ടർഫോൾസ്. പിന്നെ ഇതിലൊക്കെ കയറി മക്കളെ അനിയത്തിയും മോനും അനിയനൊക്കെ. എനിക്ക് ഇങ്ങനത്തെയൊക്കെ പേടി കേട്ടോ. ഞാനിങ്ങനത്തെയൊക്കെ നോക്കിക്കാനേ ഉള്ളൂ, ഇങ്ങനത്തേലൊന്നും കയറലൊന്നുമില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ തിരൂരേക്ക് തിരിച്ചു വരണം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ എത്തുമ്പോഴേക്കും തന്നെ 12 മണിയൊക്കെ ആയി. അങ്ങനെ പിന്നെ പിറ്റേ ദിവസം രാവിലെ അനിയൻ്റെ പിറന്നാളാണ്. അപ്പോൾ അമ്മ പറഞ്ഞ് ചോറുണ്ടിട്ട് പോവാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പൂക്കളിട്ട പൂവൊക്കെ വാരിയിട്ട് പുഴയിൽ കൊണ്ടുപോയി ഒഴുക്കാൻ കൊണ്ടുപോയതാണ്. പുഴയിലാണ് ഇടുക. അപ്പോൾ പുഴയിലിട്ടതിന് ശേഷം പിന്നെ കുറേ സമയം അവിടെ നിന്ന് കുളിക്കുകയൊക്കെ ചെയ്തിട്ടാണ് തിരിച്ചു വന്നിട്ടുണ്ടായത്. പിന്നെ ഇവിടെ വന്നാലും മോന് വെള്ളത്തിൽ കുളിക്കാണ്ട് തിരിച്ചു പോവുകയില്ല. പുഴയിൽ കുറേ നീന്തി കുളിച്ചിട്ടൊക്കെയാണ് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവന് വേഗം ഓടി ഇങ്ങോട്ടേക്ക് വരുന്നത്. വെക്കേഷൻ ലീവുള്ള ദിവസമൊക്കെ കിട്ടുമ്പോൾ അധിക ദിവസം ലീവുള്ള ഉണ്ടെങ്കിൽ മാത്രമേ വരുള്ളൂ. വെക്കേഷനൊക്കെ ആകുമ്പോൾ ശനി ഞായറൊന്നും വരില്ല. അപ്പോൾ വന്നാലിങ്ങനെ പുഴയിലൊക്കെ കുളിച്ചിട്ടൊക്കെയാണ് വരിക. പിന്നെ അനിയൻ്റെ പിറന്നാളായതുകൊണ്ട് തന്നെ അമ്മ സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ ഞാൻ ഒരു കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുട്ടികൾക്ക് ഒരു സന്തോഷമാണല്ലോ കേക്കൊക്കെ കട്ട് ചെയ്യൽ. അപ്പോൾ മോള് പാറു സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. അവളെയും കൂടി കൂട്ടിക്കൊണ്ടുവന്ന് കേക്കൊക്കെ കട്ട് ചെയ്ത് അവിടെ ഒരു തല്ലുകൂടാണ് കേക്ക് കട്ട് ചെയ്യുന്ന സമയത്തും. അങ്ങനെ പിന്നെ ചെറിയ മോളും നേരത്തെ പറയുന്നുണ്ട് വല്യമ്മ പോകുമ്പോൾ എന്നെയും കൂട്ടണം കേട്ടോ, ഞാനും വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞതാ. അങ്ങനെ എല്ലാവരും കൂടി ഞങ്ങളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ വന്ന് അമ്മയും മക്കളൊക്കെ കൂടി. പിന്നെ പോകുന്ന സമയത്ത് എന്താ വെച്ചാൽ ട്രെയിനിൻ്റെ സമയമായി റെയിൽവേയിൽ എത്തുമ്പോഴേക്കിനും. അതുകൊണ്ട് ഞാൻ ഇവളെയൊന്നും നോക്കിയില്ല, വേഗം ബാഗൊക്കെ എടുത്ത് ഓടുക ചെയ്തത്. അപ്പോൾ അവൾ ഞങ്ങളെ കൂടെ വരാൻ വേണ്ടി ഒരുപാട് കരഞ്ഞ് കരഞ്ഞ് ഉറങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞു പിന്നെ വിളിച്ചപ്പം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളത്. എൻ്റെ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ പറയണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.